ഇനി നീ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയാം. ഞാനെന്താ നേരത്തെ വന്നത് എന്നല്ലേ, പോയിട്ട് മടങ്ങി വന്നത്? നിന്നെ കാണാനാ. എന്നെ കാണാനോ? ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ഈ വീട്ടിൽ നിന്നെ ഒറ്റയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ ദിവസമാണെന്ന്. ഉമ്മ എങ്ങോട്ട് പോയാലും നീ കൂടെ വേണല്ലോ, സെക്യൂരിറ്റി ആയിട്ട്. ഇന്ന് കല്യാണത്തിന് പോകുമ്പോഴും നിന്നെ കൊണ്ടുപോകുമെന്നാ ഞാൻ കരുതിയത്. എന്റെ ഭാഗ്യത്തിന് ഉമ്മാക്ക് നിന്നെ കൊണ്ടുപോകാൻ തോന്നിയില്ല. അത് ശരി. അപ്പൊ നിങ്ങക്ക് എന്നെ ഒന്ന് സ്നേഹിക്കണമെങ്കിൽ ഉമ്മ എപ്പോഴും ഇല്ലായിരിക്കണല്ലേ? അങ്ങനെയല്ല, പിന്നെ നമ്മൾ ഒറ്റക്കാവുമ്പോ ഒറ്റയ്ക്കാവുമ്പോ മാത്രം പുറത്തേറുന്ന ഈ സ്നേഹം തൽക്കാലം റസിയക്ക് വേണ്ട. നീ എന്താ നജീബ് ഖാനോട് സെറീന സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ സംസാരിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് വേദനിച്ചു. എന്നാൽ 2 വർഷമായി നിങ്ങൾ എന്നോട് പെരുമാറുന്നത് എങ്ങനെയാണ്? വേദനിക്കുന്ന ഒരു മനസ്സ് എനിക്കുമുണ്ടെന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്തിനും എതിരും ചാടി കളിക്കുക എന്നല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? എന്നിട്ടും എല്ലാം മനസ്സിലൊതുക്കി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഞാൻ നടക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെപ്പോലെ ഞാനും ആവരുതെന്ന് കരുതി. മാത്രല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയൊപ്പം ഇവിടെ ഉണ്ടല്ലോ എന്ന കാരണത്താൽ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ മാത്രം ഉണ്ടാവേണ്ടതല്ല ഭർത്താവിന്റെ ഭാര്യയോടുള്ള സ്നേഹം. എന്നിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാക്കുപോലും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിന്നെ കുറിച്ച് ഒരു കുറ്റവും ഞാനും പുറത്താരോടും പറയാറില്ല. എന്നെ കുറിച്ച് എന്ത് കുറ്റം നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ആർക്കും എന്നെ കുറിച്ച് ഒരു കുറ്റവും പറയാണ്ടാവില്ല. അതിനുള്ള അവസരം ഈ റസിയ വരുത്തിയിട്ടില്ല. എന്നിട്ട് വലിയ ഔദാര്യം പോലെ എന്നെ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല അത്രേ. എന്റെ ഭാഗത്തുള്ള തെറ്റെന്താണ്? എന്നെ അറിയുന്ന ഒരാളും എന്നെ ഒരു കുറ്റവും പറയില്ല. ശരിയാണ്, നിങ്ങൾ പുറത്ത് മാന്യനാണ്. നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് മാത്രം നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല. നിങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും അതോടുകൂടി ഇല്ലാതായില്ലേ? നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ് നബി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങളുടെ മഹത്വം. പ്രസംഗിക്കുന്നവരും ലേഖനം എഴുതുന്നവരും ഫീസ് കെട്ടുന്നവരും സ്വിച്ച് നന്നാക്കുന്നവരുമൊക്കെ നല്ലവരാണോ എന്ന് അറിയാൻ അവരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി. അവസാനം പറഞ്ഞ ഫീസ് കെട്ടുന്നതും സ്വിച്ച് നന്നാക്കുന്നതും ഒക്കെ എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് മനസ്സിലായി. നിനക്ക് എന്നെ കുറിച്ച് ഇത്രക്ക് മോശമായ അഭിപ്രായമുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എല്ലാം എന്റെ തകരാറാ. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ ഉപദേശമാണ് എന്നെ എങ്ങനെയൊക്കെ ആക്കിയത്. എന്നാൽ എന്റെ ഭാര്യ എങ്ങനെയൊന്നല്ല. അവളും ഉമ്മയും വളരെ സന്തോഷത്തിലാ. എടാ, നീ പെണ്ണ് കേട്ടിട്ടല്ലുള്ളൂ. കുറച്ചു ദിവസം കഴിയുമ്പോൾ നിനക്ക് എല്ലാം ബോധ്യപ്പെടും. ലോകത്തുള്ള ഒരു തള്ളമാർക്കും മക്കൾ അവരുടെ ഭാര്യമാരുമായി സ്നേഹത്തോടെ കഴിയുന്നത് സഹിക്കില്ല. നമ്മൾ ഭാര്യയുമായി വല്ല തമാശയും പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ മതി, എല്ലാം തീർന്നു. നിനക്കറിയില്ലേ, എന്റെ ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം തീർന്നപ്പോ എന്നെ കൊല്ലാനുള്ള ദേഷ്യായി. പക്ഷേ ഇപ്പൊ ഉമ്മാക്ക് എന്നെ വലിയ കാര്യ. അതെ, ഇപ്പൊ നിന്റെ ഉമ്മാക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ തള്ളയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഈ ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്? അത് വേറൊരു നമ്പറാ. ഉമ്മയുടെ മുമ്പിലിട്ട് ഭാര്യയെ ഞാൻ നന്നായി ചീത്ത പറയും. അവൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കുറ്റം പറയും. ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിക്കും ചെയ്യും. അതോടുകൂടി തള്ളയുടെ കലി മാറും. നീ നിന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ ഉമ്മയെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് ഒരമ്മായിയമ്മ തള്ളയുടെ തനി സ്വരൂപം നീ മനസ്സിലാക്കും. കൊള്ളാം, ബെസ്റ്റ് ഫ്രണ്ട്. ഏതായാലും ഭാര്യയെ കൊല്ലണമെന്ന് പറയാത്തത് എന്റെ ഭാഗ്യം. ആ സുഹൃത്തിന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റു പല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതുപോലത്തെ ഒരു ഉമ്മയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. ഇവിടെ ഉപ്പയും ഉമ്മയും എത്ര സ്നേഹത്തിലാ കഴിയുന്നതെന്ന് നിങ്ങൾ കാണാറില്ലേ? നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ എന്തൊരു സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഒരു കുടുംബത്തില് നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് നന്നായി പെരുമാറുന്നതല്ലേ നിങ്ങളുടെ ഉമ്മയൊക്കെ പ്രതീക്ഷിക്കുക. ശരിയാണ്, ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു.
അപ്പോഴൊക്കെ നിന്നോട് സ്നേഹം തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ പിശുക്ക് കാണിച്ചു. ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. സത്യം.